الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وآله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജംഇനെ കുറിച്ചാണ്. ജംഇ എന്തോ പറഞ്ഞോ? കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? ജംഇ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ജംഇ അത് ഇസ്മിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഇസ്മിന് പ്രത്യേകമായതിൽപ്പെട്ട. ഹർഫിന് ജംഇല്ല. ഹർഫിന് സ്വന്തമായിട്ട് അർത്ഥം തന്നെയല്ല. ഫിഇല് അതിന് ജംഇല്ല. ഫിഇല് ബഹുവചനം ഉണ്ടാവില്ല ഫിഇലിന്. പിന്നെ എന്തിനാ ബഹുവചനം ഉണ്ടാകുക? ആ ഫിഇല് പ്രവർത്തിച്ച ആളുകൾ കുറെ ഉണ്ടാവും. അപ്പൊ ഇസ്മിന്റെ പ്രത്യേകതയാണ് ജംഇ എന്നുള്ളത്. ജംഇ രണ്ട് വിധം. ഒന്ന് ജംഉൽ കില്ലത്ത്. രണ്ട് ജംഉൽ കസ്റത്ത്. കില്ലത്ത് എന്ന് പറഞ്ഞാൽ ചെറുത്, ചുരുങ്ങിയത്. കസ്റത്ത് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത് എന്നർത്ഥം. കസീർ, ഖലീൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഖില്ലത്തിന്റെ ജം എന്ന് പറഞ്ഞാൽ 10 അതിൽ താഴെയുള്ളത്. 10 താഴെയുള്ളത്. കസ്റത്തിന്റെ എന്ന് പറഞ്ഞാൽ 10 മുകളിലുള്ളത്. ഈ കസ്റത്തിന്റെ ജംഇ ശ്രദ്ധിക്കണേ, അതിന് ഒരുപാട് രൂപങ്ങളുണ്ട്. കസ്റത്തിന്റെ ജംഇന് ഒരുപാട് രൂപങ്ങളുണ്ട്. ഖില്ലത്തിന്റെ ജംഇന് 4 രൂപങ്ങളാണുള്ളത്. ഖില്ലത്തിന്റെ ജംഇന് 4 രൂപം. കസ്റത്തിന് ഒരുപാടുണ്ട്. അപ്പൊ കസ്റത്തിന്റെ എണ്ണൊന്നും ഇവിടെ പറയില്ല. അതിന്റെ വ്യത്യസ്ത രൂപങ്ങളോ മറ്റോ ഒന്നും ഉണ്ടാവില്ല, ഇതിൽ പറയില്ല. ഇവിടെ എന്താ പറയാ? ഖില്ലത്തിന്റെ 4 എണ്ണം പറയും. നോക്കണേ, ശ്രദ്ധിക്കണേ. അത് ഒന്ന് അഫ്ഉലുൻ എന്ന വസ്ന്. മറ്റേത് അഫ്ആലുൻ എന്ന വസ്ന്. പിന്നെ മൂന്നാമത്തത് അഫ്ഇലത്തുൻ. നാലാമത്തത് ഫിഇലത്തുൻ. ഈ 4 വസ്നാണ് ഖില്ലത്തിന്റെ ജംഇ വരിക. ഖില്ലത്തിന്റെ ജംഇ ഈ 4 രൂപങ്ങളിലാണ് വരിക. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ഫൈസ? പറയാം. ജുമാന ഒന്നുകൂടി പറയാം അല്ലേ? അതായത് ഈ ബഹുവചനം എന്നുള്ളത്, ഏകവചനം, ബഹുവചനം എന്നുള്ളത് ഇസ്മിന്റെ പ്രത്യേകതയാണ്, ഫിഇലിന്റെ പ്രത്യേകതയല്ല. ഫിഇല് പറഞ്ഞാൽ ഇപ്പോൾ അടിച്ചു, ഓടി, ചാടി, വായിക്കുന്നു, എഴുതുന്നു എന്നൊക്കെ അല്ലേ ഫിഇല്. അപ്പൊ അത് ബഹുവചനമാവൂല. എങ്ങനെ ബഹുവചനമാവുള്ളൂ? ഒരാൾ വായിക്കുന്നു, കുറേ പേർ വായിക്കുന്നു, അങ്ങനെ പറയും. അപ്പൊ അത് ഫിഇലല്ല ബഹുവചനമാകുന്നത്. ഫിഇല് ചെയ്യുന്ന കർത്താവുകളായ, ക്രിയ ചെയ്യുന്നവരായ ഇസ്മുകളാണ് അവിടെ ബഹുവചനാവുന്നത്. അപ്പൊ ഇസ്മിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ത്? ജംഇ എന്നുള്ളത്. മുമ്പ് പറഞ്ഞതൊക്കെ ഇസ്മിന്റെ പ്രത്യേകത തന്നെയാണ്. ഇത് 2 രൂപമുണ്ട്. ഒന്ന് ഖില്ലത്തിന്റെ ജംഇ, മറ്റൊന്ന് കസ്റത്തിന്റെ ജംഇ. ഖില്ലത്തിന്റെ ജംഇ എന്ന് പറഞ്ഞാൽ 10 അതിൽ താഴെയുള്ളതും. ഖില്ലത്തിന്റെ ജംഇൽ ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയാം. ജബല് എന്ന് പറഞ്ഞ മല, അജ്ബാൽ മലകൾ. അപ്പൊ 10 അതിൽ കുറവുമുള്ള മലകൾക്കാണ് അജ്ബാൽ എന്ന് ഉപയോഗിക്കുക.
കുറേ മലകളുണ്ട്, ഒരു 100 കണക്കിന് മലകളുണ്ടെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ അജ്ബാൽ എന്ന് ഉപയോഗിക്കില്ല, അവിടെ ജിബാൽ എന്നാണ് ഉപയോഗിക്കുക. ജിബാൽ കാരണം അത് കസറത്തിന്റെ വസനാണ് ജിബാൽ എന്നുള്ളത്. ഫിആല് വസന്, ഖില്ലത്തിന്റെ വസന് എന്താണ് 4 എണ്ണമാണ്. കസറത്തിന്റെ വസന്, അത് കസറത്ത് വരുന്ന രൂപങ്ങൾ അത് കുറേ ഉണ്ട്. അത് നമ്മൾ ചെറിയ കിതാബാണല്ലോ പഠിക്കുന്നത്. ഈ ചെറിയൊരു കിതാബിൽ അത് വിശദീകരിച്ച് കുറേ എല്ലാം പറയില്ല. ഖില്ലത്തിന്റെ 4 എണ്ണല്ലേ ഉള്ളൂ, അപ്പോൾ ആ 4 എണ്ണം പറയും. ആ 4 വസനുകളാണ്, 4 രൂപങ്ങളാണ് അഫ്ഉലുൻ, അഫ്ആലുൻ, അഫ്ഇലത്തുൻ, ഫിഇലത്തുൻ. ക്ലിയർ അല്ലേ? ജുമാന എവിടെ? ജുമാന എവിടെ? ജുമാന കേൾക്കുന്നില്ലേ? അതാണ് നമ്മളിന്ന് പറയുന്നത്. നോക്കാം. വൽ ജംഉ, ജംഉ എന്നുള്ളത് മിൻ ഖവാസുൽ ഇസ്മി, ഇസ്മിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഇസ്മിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് ജംഉ എന്നുള്ളത്. വഹുവ ജംആനി, അത് 2 വിധങ്ങളാണ്. ജംഉകൾ 2 വിധങ്ങളാണ്. ഒന്ന് ജംഉൽ ഖില്ലത്തി, ഖില്ലത്തിന്റെ ജംഉ, എൻ്റെ അടിയിൽ കാണാം വ ജംഉൽ കസ്റത്തി, രണ്ടാമത്തത് കസ്റത്തിന്റെ ജംഉ. അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഖില്ലത്തിന്റെ ജംഉ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ മാ, ഒന്നാണ് ദൂനൽ അശ്റത്തി, 10ൽ താഴെയുള്ളതാണ്. 10ൽ താഴെ നമ്മൾ എണ്ണം പറഞ്ഞോടത്ത് 3 മുതൽ 10 ഉൾപ്പെടെ നമ്മൾ ഖില്ലത്തിന്റെ ജംഇലേക്ക് ഇലാഫത്ത് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞിരുന്നില്ലേ? ഷഹ്ർ, അഷ്ഹുർ, വസലാസത്തു അഷ്ഹുരിൻ, അതാണ് വയുലാഫു ഇലൈഹി. ഈ ഖില്ലത്തിന്റെ ജംഇലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടും അൽ അദദു, അദദ് എണ്ണം, ഫീമാ ദൂനൽ അശ്റത്തി, 10ൽ താഴെയുള്ള എണ്ണം. 10ൽ താഴെ എന്ന് പറഞ്ഞാൽ 10ഉം പെടും കേട്ടോ. 10ൽ താഴെയുള്ള എണ്ണങ്ങളും ഇലാഫത്ത് ചെയ്യും. അപ്പം 3 മാസങ്ങൾ, സലാസത്തു അഷ്ഹുരിൻ, ആണോ? അഷ്ഹുർ എന്നുള്ളത് ഈ വസനാണ്, അഫ്ഉൽ വസനാണ്. അർബഅത്തു അഷ്ഹുരിൻ 4 മാസം, ഖംസത്തു അഷ്ഹുരിൻ 5, അങ്ങനെ അശ്റത്തു അഷ്ഹുരിൻ 10 മാസം. ഈ 10 മാസങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യും? അങ്ങനെ വരും. അതുവരെ ഈ ഖില്ലത്തിന്റെ ജംഇലേക്കാണ് ഇലാഫത്ത് ചെയ്യുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫൈസ എവിടെ? നമ്മൾ എണ്ണത്തിന്റെ ബാബിൽ എണ്ണം പറയുന്ന സ്ഥലത്ത് അത് പറഞ്ഞിരുന്നു. കസ്റത്തിലേക്കല്ല, ഖില്ലത്തിലേക്കാണ് ഇലാഫത്ത് ചെയ്യാൻ. ഓക്കെ. ജംഉൽ കസ്റത്തി, കസ്റത്തിന്റെ ജംഉ, വഹുവ അത് മാ, ഒന്നാണ്, ഫൗഖഹ, 10ന്റെ മുകളിലുള്ളതാണ്. 11, 12, 13. അപ്പോൾ കിതാബുൻ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം. കുത്തുബുൻ, പുസ്തകങ്ങൾ. അപ്പോൾ കുറേ പുസ്തകങ്ങൾ, 10ൽ കൂടുതൽ പുസ്തകങ്ങൾ, 11, 12, 13, അങ്ങനെ അതിൻ്റെ മേലേക്കുള്ള പുസ്തകങ്ങൾക്കാണ് കുത്തുബുൻ എന്ന് പറയാം. പിന്നെ കുറഞ്ഞ പുസ്തകങ്ങൾക്കും പറയട്ടെ. എല്ലാ ഇസ്മിനിക്കും ഖില്ലത്തിൻ്റെയും കസ്റത്തിൻ്റെയും വസനുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാത്തിനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലതിന് 2 ഉണ്ടാകും, ചിലതിന് 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ കസ്റത്തിൻ്റെ വസന് മാത്രമുള്ളത് ഇസ്മുകളെ ഖില്ലത്തിനും അത് തന്നെ ഉപയോഗിക്കും. ചിലപ്പോൾ ഖില്ലത്തിന്റെ വസന് മാത്രമായിരിക്കും അതിനുണ്ടാകുക, അതിന് കസ്റത്തിന് ഉപയോഗിക്കും. അത് വേറെ വിഷയം. അപ്പം നമ്മൾ പറയുന്നത് ഖില്ലത്തിന്റെ ജംഉ ഈ വസനിലേക്ക് വരും, കസ്റത്തിന്റെ ജംഉ അത് ഇതല്ലാത്ത മറ്റു വസനുകളിൽ വരും. അത് കുറേ ഉണ്ട്, അത് നമ്മൾ ഈ ചെറിയ കിതാബായതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ജംഉകൾ ഇങ്ങനെ കാണും. അപ്പോൾ ഖില്ലത്തിന്റെ ജംഉ 3 മുതൽ 10 ഉൾപ്പെടെയുള്ളതിന് ഖില്ലത്തിലേക്ക് ഇലാഫത്ത് ചെയ്യുക. ഖില്ലത്തിന്റെ ഉണ്ടെങ്കിലേ അതിലേക്ക് ഇലാഫത്ത് ചെയ്യുള്ളൂ. ഖില്ലത്തിന്റെ ജംഉ ഇല്ല, ഉപയോഗമല്ല എങ്കിൽ പിന്നെ കസ്റത്തിലേക്ക് ഇലാഫത്ത് ചെയ്യും. അത് വേറെ വിഷയം. ഫഅമ്മ ജംഉൽ ഖില്ലത്തി, അപ്പോൾ ഖില്ലത്തിന്റെ ജംഉ ഫഹുവ 4 ഔസാനിൻ, അത് 4 രൂപങ്ങളാണ്, 4 വസനുകളാണ്. ഏതൊക്കെ 4 വസനുകൾ? ഒന്ന് അഫ്ഉലുൻ, വഅഫ്ആലുൻ, വഅഫ്ഇലത്തുൻ, വഫിഇലത്തുൻ. ഓക്കെ. അഫ്ഉലുൻ, അഫ്ആലുൻ, അഫ്ഇലത്തുൻ, ഫിഇലത്തുൻ, 4 വസനുകൾ.
വ അമ്മ അഫ്ഉലുൻ, അപ്പോൾ അഫ്ഉലു എന്നുള്ളത് എന്തിന്റെ ജമ്മായിട്ടാ വരിക അതാണ് ഈ പറയുന്നത് കേട്ടോ. ഫഹുവ ജംഉ ഫഅലിൻ, ഫഅല് എന്ന പദത്തിന്റെ ജം ആണ് അഫ്ഉല്. ഫഅല് എന്ന വസനിക്ക് വരുന്നതിന്റെ ജമ്മ്. സാക്കിനിൽ ഐനി, ഐനിക്ക് സുക്കൂനുള്ളതായ, ഐനിക്ക് സുക്കൂനുള്ള ഫഅല് എന്നൊരു പദം, അതിന്റെ ജം ആണ് അഫ്ഉല്. ഉദാഹരണം നോക്ക്, നഹ്വു ഫൽസ്, കണ്ടോ അത് ഫഅല് പോലെയല്ലേ, ഫഅല് പോലെയല്ലേ ഫൽസ്. ഫൽസ് അഫ്ലുസിൻ, ഫൽസിന്റെ ജംഅ് അഫ്ലുസിൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ, ഫൽസ് അഫ്ലുസ്. അഫ്ഉല് കണ്ടോ, മേലത്തെ കൊണ്ട് അഫ്ഉല്, അതിന്റെ വചന അഫ്ലുസ്. ഷഹ്റ് അഷ്ഹുർ, ഷഹ്റ് ഷഹ്റ് എന്നുള്ളത് ഫഅല് വസനാണ്, അപ്പൊ അഷ്ഹുരിൻ അങ്ങനെ. അമ്മ അഫ്ആലുൻ, അഫ്ആല് എന്നുള്ളത് ശ്രദ്ധിക്കണേ, അഫ്ആല് എന്നുള്ളത് ഫഹുവ ജംഉ ഫഅലിൻ, ഫഅലിന്റെ ജമ്മാണത്. ഫഅലിൻ മുത്തഹർരിക്കുൽ ഐനി, ഐനിക്ക് ഹർക്കത്തുള്ള, മറ്റേത് ഫഅല് സുക്കൂനായിരുന്നു ഐനിക്ക്, ഇവിടെ ഫഅല് ഫഅലിന്റെ ജമ്മാണ്. അതുപോലെ ജബല് അജിബാലിൻ, ജബല് അജിബാല്. ജബല് എന്ന ഫഅല് എന്ന വസനില് വരുന്ന ഇസ്മുകളുടെ ബഹുവചനം ഖില്ലത്തിന്റെ ജമ്മിൽ വരുമ്പോൾ അഫ്ആലു വസനയാണ് വരിക. ഉദാഹരണം ജബല് അജ്ബാല്. ഫിൽ അഷ്ഹരി, പ്രസിദ്ധമായ അഭിപ്രായത്തിൽ കേട്ടോ, ഇതാണ് നമ്മൾ പ്രസിദ്ധമായ അഭിപ്രായം. ഇനിയോ വഖദ് ജാ അഫ്ആലുൻ, അഫ്ആല് എന്നുള്ളത് വന്നിരിക്കുന്നു ഫീ ജംഇ ഫുഇലിൻ വ ഫിഇലിൻ, ഫുഇലിന്റെ ജംഇലും ഫിഇലിന്റെ ജംഇലും വന്നിട്ടുണ്ട്. മദ്മൂമിൽ ഫാഇ വ മക്സൂരിഹ, ഫായിനിക്ക് ലമ്മും ഫായിനിക്ക് കസ്റും, സാക്കിനൽ ഐനി ഐനിക്ക് സുക്കൂനും. അപ്പോൾ ഫഅല് എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം ഫഅലിന്റെ ജംഇ അഫ്ആല് എന്ന് വരിക. എന്നാൽ ഫുഇല് ഫിഇല് എന്നുള്ളതിന്റെ ജംഇലും എന്ത് വന്നിട്ടുണ്ട്? അഫ്ആല് വന്നിട്ടുണ്ട്. ഇതുപോലെ ബുർദ് കണ്ടോ, ബുർദ് ഫുഇല് ഐനിക്ക് സുക്കൂന്. അബ്റാദ് ജിദ്ഉ അജ്ദാഉ, ജിദ്ഉ അജ്ദാഉ, ബുർദ് അബ്റാദ്. അപ്പോൾ അഫ്ആല് വസനിൽ ജബല് എന്നുള്ളത് വരലാണ് പ്രസിദ്ധമായത്. എന്നാൽ എന്താണ് പ്രസിദ്ധമല്ലാതെ ചില പദങ്ങളുടെയും ജംഅ് അജ്ബാല് അഫ്ആല് വസനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? എവിടെ? ഇനി അമ്മ അഫ്ഇലത്തുൻ, അപ്പൊ ഇനി മൂന്നാമത്തതാണ് അഫ്ഇലത്ത്. ഫിഇലത്തുൻ, ഫിഇലത്ത് എന്നുള്ളത് അഫ്ഇലത്തും ഫിഇലത്തും, അഫ്ഇലത്തും ഫിഇലത്തും. ഫഇന്നമാ തകൂനാനി, അവ രണ്ടും ഉണ്ടാകും. ഫി ജംഇ മാ, ഒന്നിന്റെ ജംഇ, ഒരു പദത്തിന്റെ ജംഇ. സാദ അലാ സലാസത്തി അഹ്റുഫിൻ, മൂന്നക്ഷരത്തേക്കാൾ കൂടുതലുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞത് മൂന്നക്ഷരാണ് കേട്ടോ. ഫഅല് മൂന്നക്ഷരാണ്, ഫഅല് അത് മൂന്നക്ഷരാണ്, ഫുഇല് മൂന്നക്ഷരാണ്, ഫിഇല് മൂന്നക്ഷരാണ് അല്ലേ? നമ്മൾ ഫിഇലിന്റെ ജംഉ അഫ്ആൽ എന്ന് പറയാം, ഫിഇലിന്റെ ജംഉം അഫ്ആൽ എന്ന് പറയാം. അപ്പോൾ ഈ മൂന്നെണ്ണം ഒക്കെ മൂന്നക്ഷരമുള്ളതായിരുന്നു. ഈ മൂന്നെണ്ണത്തിന് ജംഉ ഇപ്പൊ 2 രൂപം പറഞ്ഞത്. ഇനി മൂന്നിനേക്കാൾ കൂടുതൽ അക്ഷരമുള്ള ഒരു ഇസ്മിന്റെ ജംഇൽ നമ്മൾ എന്ത് പറയും? അഫ്ഇലത്ത് എന്നും ഫീലത്ത് എന്ന് പറയാം. ശ്രദ്ധിക്കണം. വൽ ഹർഫു സാലിസു മിൻഹു, അതിൽ നിന്ന് മൂന്നാമത്തെ അക്ഷരം ഹർഫുൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ അക്ഷരമാണ്. അപ്പോൾ മൂന്നിൽ കൂടുതൽ അക്ഷരമുണ്ട്, അതിൽ മൂന്നാമത്തെ അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമാണ്. വാവോ യാഓ അലിഫോ ഒക്കെ ആയി വന്നു. അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുക. അമൂദ്, അമൂദിൽ 4 അക്ഷരമുണ്ട്. ഐനുണ്ട്, മീമുണ്ട്, പിന്നെ വാവ്, മൂന്നാമത്തെ അക്ഷരം വാവാണ്, ദാല്. എൻ്റെ ജമ്പ് നോക്കുങ്ങൾ അഴ്മിദത്ത്. ഖുറാബ്, ഖുറാബ് 4 അക്ഷരമുണ്ട്. ഖൈന് റാ അലിഫ് ബാ, മൂന്നാമത്തെ അക്ഷരം അലിഫാണ്, ഇല്ലത്തിന്റെ അക്ഷരമാണ്. അഗ്രിബത്ത്,
അഗ്രിബത്ത് കാക്ക. അമൂദ് പറഞ്ഞ തൂണ്. സ്വബിയിൻ ആണോ, നാലക്ഷരമുണ്ട്. മൂന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, യാ ആണ്. സ്വിബിയത്ത് ആണോ, ഫിഇലത്ത് വസ്ന്, ഫിഇലത്ത് വസ്ന്. വലബിയിൻ ആ ലിബിയത്ത്, ലബിയിൻ ലിബിയത്ത്, ലിബിയത്ത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? وأما جمع الكسرة കസറത്തിന്റെ ജംഅ് ഫലഹു ഔസാനുൻ, അതിലേക്ക് വസനുകളുണ്ട്, കുറേ വസനുകളുണ്ട്, 3 4 ഒന്നും അല്ല, കുറേ വസനുകളുണ്ട് കസറത്തിന്റെ ജംഇന്. വലാ യഹ്തമിലു, സാധ്യമാവുകയില്ല, ദിക്റുഹ, അതിനെ പറയൽ, ഫീ മിസ്ലി ഹാദൽ മുഖ്തസർ, ഈ ലഘു കിതാബുകൾ പോലത്തതിൽ. ഇത് ചെറിയൊരു കിതാബല്ലേ, ഒരു 10 50 60 ക്ലാസ് കൊണ്ട് തീരുന്ന കിതാബാണ്, ബുക്കാണ്. ആ കിതാബിൽ അത്രയും വചനങ്ങൾ കൂടി പറഞ്ഞ് അപ്പോൾ പിന്നെ ചുരുക്കിയതാവില്ല, മുഖ്തസറാവില്ല, അത് കുറേ വലിയ കിതാബായി പോകും. കുറേ വചനങ്ങൾ അതിനുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഇതിലെന്താകുന്നില്ല, പറയുന്നില്ല. ഓക്കെ. ക്ലിയർ അല്ലേ? എന്താ കില്ലത്തിന്റെ ജം എന്ന് പറഞ്ഞാല്? കശിഫ. കില്ലത്തിന്റെ ജം എന്ന് പറഞ്ഞാൽ എന്താ? കസറത്തിന്റെ ജം എന്ന് പറഞ്ഞാല് പത്തിൽ കൂടുതൽ. ഓക്കെ. കില്ലത്തിന്റെ ജമ്മിന് എത്ര വസനാണ് ജുമാന? കില്ലത്തിന്റെ ജമ്മിന് എത്ര വസന? കില്ലത്തിന്റെ ജമ്മിന് എത്ര വസനാണ്? എത്ര രൂപങ്ങളാ നമ്മൾ പറഞ്ഞത്? ഷംന 4 രൂപങ്ങൾ. ജുമാന എത്രയാണ്? 4 രൂപങ്ങൾ. ആ, ഏതൊക്കെയാണത് ഫൈസ? ഓക്കെ. കാശിഫ. അഫ്ഉല് എന്നതിന്റെ ബഹുവചനം എന്തിന്റെ ബഹുവചനാണത്? അഫ്ഉല് ഫാഇൽ അല്ലേ? ഫാഇൽ. ഓക്കെ. ഉദാഹരണം ഫൽസിൻ എന്നുള്ളത് ഫൽസിൻ തന്നെ വായിക്കണമെന്നൊന്നുമില്ല കേട്ടോ. വേറെ ഇവറാബ് അങ്ങനെ വന്നു എന്നുള്ളൂ. നെഹബു ഫൽസിൻ ഇലാഫ്തിദോണ് വന്നു. ഫൽസുൻ അഫ്ലുസുൻ, ഷഹ്റുൻ അഷ്ഹുറുൻ അല്ലേ? ഓക്കെ. പിന്നെ അഫ്ആൽ എന്നുള്ളത് എന്തിന്റെ ജമ്മാണ് ഫൈസ? ഫഅൽ. പിന്നെ വേറെ എന്തിനെങ്കിലും വരുമോ? വേറെ എന്തിനെങ്കിലും വരുമോ?
വേറെ എന്തിൻ്റെ വരിക? ഷംന. അഫ്ആല് എന്നുള്ളത് വേറെ ഏത് പദങ്ങളുടെ ജമ്മായിട്ടാണ് വരിക? ഇപ്പോൾ ഒന്ന് പറഞ്ഞു ഫഅല് വസനിക്ക് വരും പറഞ്ഞു. പിന്നെ ഫിഇല് ഫുഇല് ട്ടാ. ഇങ്ങനെ ഫിഇല് വസനിക്കും ഫുഇല് വസനിക്കും അയിനിക്ക് സുക്കൂനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഫഅല് പറഞ്ഞു, അതിൻ്റെ ജമ്മ് അഫ്ലുസ് ഫുഇല് പറഞ്ഞ പോലെ. ഫിഇലും പറഞ്ഞു, ഫുഇലും പറഞ്ഞു, ഫഅലും പറഞ്ഞു. ഇതല്ലാത്ത ഇനി മൂന്നക്ഷരമുള്ള ഇസ്മുകൾ അപൂർവമായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇതല്ലാത്ത മൂന്നക്ഷരമുള്ള ഇസ്മുകൾ വേറെ ഉണ്ടാവില്ല. ഏകവചനത്തിൽ കേട്ടോ, ബഹുവചനത്തിലൊക്കെ വരും. ഏകവചനത്തിൽ ഒന്നിരിക്കെ ഇസ്മിൽ എന്തായിരിക്കും? നിങ്ങൾ നോക്ക്, സെയ്ദ്, സഅദ്, കിബ്ർ, ഫള്, അങ്ങനെയൊക്കെയല്ലേ? അതിൻ്റെയൊക്കെ ജമ്മ അങ്ങനെ മാറ്റം വരും. അല്ലെങ്കിൽ ജബല്, ഫഅല്, ജമല്, ഒട്ടകം, അങ്ങനത്തെ ഒക്കെ ജമ്മ് അജ്ബാല്, അജ്മാല് എന്നിവ. പിന്നെ മൂന്നക്ഷരത്തിൽ കൂടുതലുള്ളവര്. ആ മൂന്നക്ഷരത്തിൽ കൂടുതലുള്ളതിൻ്റെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അവിടെ എന്ത് അഫ്ഇലത്തും ഫിഇലത്തും പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇതുണ്ടോ ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കണം. ഔസാന്, അഫ്ഉല് അതിൻ്റെ ജമ്മ് ഫഅല്, ഫൽസ്, അഫ്ലുസ്. അഫ്ആല് അതിൻ്റെ ഫഅല്, അജ്ബാല്, ജബല്, അജ്ബാല്. ഫുഇലിൻ്റെയും അഫ്ആല് വരും, ബുർദ്, അബ്റാദ്. ഫിഇലിൻ്റെയും അഫ്ആല് വരും, ജിദ്ഉ, അജ്ദാഉ. അഫ്ഇലത്ത് അഫ്ഇലത്ത് അതിൻ്റെ ജമ്മ് അത് ഫഊല് വസനിക്ക്, അമൂദ്, നാലക്ഷരം ഉണ്ടല്ലോ, അമൂദ്, അഅ്മിദത്ത്. ഉറാബ് ഫുആല് വസനി കണ്ട, ഉറാബ്, അഗ്രിബത്ത്. സ്വബിയ് ഫഈൽ വസനിക്ക് വരും, അത് സിബിയത്ത്. ഗുലാം, ഗിൽമത്ത്, ഗുലാം കുട്ടി, ഗിൽമത്ത്. സ്വബിയും കുട്ടി അല്ലേ? കാക്ക, തൂണ്. പിന്നെ കസറത്തിൻ്റെ ഒരു കുറച്ച് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, മനസ്സിലാവാൻ കുറച്ച് കസറത്തിൻ്റെ ഇവിടെ പറയേണ്ടതാണ്. കണ്ടോ? ഫുഅൽ വസന് അത് മൂന്നക്ഷരാണ്, പക്ഷെ അത് ജമ്മായിട്ട് വന്നാണ്. ഫുഅൽ. ഉർഫത്ത്, ഹുറഫ്. ഉർഫത്ത് പറഞ്ഞാൽ മുറി എന്നാണ്. അതിൻ്റെ ബഹുവചനം ഹുറഫ്, മുറികൾ. പിന്നെ നോക്ക് ഫുഉല്, കിതാബ്, കുത്തുബ്, മൂന്നക്ഷരം. അപ്പോൾ ഏകവചനത്തിൽ 4 അക്ഷരവും ബഹുവചനത്തിൽ 3 അക്ഷരവും. കണ്ടോ? അതാണ് ഇപ്പോൾ അവിടെ. കിസ്അത്ത്, ഖിസ്അ, പാത്രം. കിസ്അ ഫിഅൽ വസൻ. ഫഅല, മരീദിന് മർള. അല്ലാഹുമ്മ ശ്ഫി മർളാന, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും രോഗികൾക്ക് നീ ശിഫയാക്കണേ. അപ്പോൾ മരീദിൻ്റെ ജമ്മു മർള. സാഹിറിൻ്റെ ജമ്മു നോക്ക് നിങ്ങൾ, സഹറത്ത്, ഫഅലത്ത് വസന്. ഇതൊക്കെ കസറത്തിൻ്റെ ജമ്മാട്ടാ. റാക്കിഇൻ്റെ ജമ്മു നോക്ക് നിങ്ങൾ, റുക്അ. റാക്കിഇൻ്റെ ജമ്മു റുക്അ. സൗബിൻ്റെ ജമ്മു നോക്ക് നിങ്ങൾ, സിയാബ്, ഫിആല് വസനിക്ക്. മറ്റോടത്ത് നമ്മൾ ഫിആല് അല്ലേ, ചിലപ്പോൾ ഫിആല് വസന ഏകവചനം വരും, അത് വേറെ വിഷയം. ഇത് ഫിആല് വസന. ഗുലാമിൻ്റെ നോക്ക് നിങ്ങൾ, ഗിൽമാൻ. കില്ലത്തിൻ്റെ ജമ്മ ഗിൽമത്ത് എന്നുണ്ട്, കസറത്തിൻ്റെ ഗുലാമിൻ്റെ ഗിൽമാൻ എന്നായി. കണ്ടോ? ഒരു പദത്തിന് കില്ലത്തിൻ്റെയും വന്നു, കസറത്തിൻ്റെയും വന്നു. സഹാബത്തിൻ്റെ ജമ്മ സഹായിബ്, ഫആലിൻ്റെ വസന. മസ്ജിദിൻ്റെ ജമ്മ മസാജിദ്, മഫാഇൽ വസന. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊക്കെ കസറത്തിൻ്റെ ജമ്മാണ്. ഇത് ഇനിയുണ്ട് കേട്ടോ, ഇനിയും കുറേ ഉണ്ട്. പക്ഷെ അവർക്ക് പാടപടെ പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കിതാബായിരുന്നു. വലിയ കിതാബിൽ നമ്മൾ എന്ത് ചെയ്യും, വിഷയം പഠിക്കും. ഇനി ചെറിയൊരു പാരഗ്രാഫ് കൂടി ഉണ്ട്, അങ്ങോട്ട് പറയാം. വജംഉൽ ഖില്ലത്തി, ഖില്ലത്തിൻ്റെ ജംഉ യുദക്കറു വയുഅന്നസു, അത് മുദക്കറുമാക്കപ്പെടും മുഅന്നസുമാക്കപ്പെടും. അപ്പം നമ്മൾ അതിലേക്കൊരു ലമീർ മടങ്ങുകയാണ്.
അപ്പോൾ ഇതിലേക്ക് മുദക്കറിൻ്റെ ലമീറും പറയാം, മുഅന്നസിൻ്റെ ലമീറും പറയാം. ഇവിടെ നോക്ക് നിങ്ങൾ, അല്ലാഹു തആല പറഞ്ഞു വ ഇന്നലകും ഫിൽ അൻആമി, അൻആം നഅമിൻ്റെ ജമ്മാണ്, നഅം ആട് മാട് ഒട്ടകം, അതിൻ്റെ ജമ്മാണ് അൻആം. ലഇബ്റതൻ നുസ്ഖീകും മിമ്മാ ഫി ബുത്തൂനിഹി, കണ്ടോ ഇവിടെ മിമ്മാ ഫി ബുത്തൂനിഹി, മിമ്മാ ഫി ബുത്തൂനിഹി ഇവിടെ മുദക്കറായിട്ടാണ് പറഞ്ഞത്, മുദക്കറായിട്ട്. ഈ അൻആമിലേക്കാണ് ഈ ലമീർ പോകുന്നത്. അപ്പോൾ ഹി എന്നുള്ളത് ഹുവൻ്റെ ഷോർട്ടാണല്ലോ, അത് മുദക്കറാക്കി പറഞ്ഞു. പിന്നെ മറ്റൊരു നോക്കുങ്ങൾ, ഇന്നലകും ഫിൽ അൻആമി ലഇബ്റതൻ നുസ്ഖീകും മിമ്മാ ഫി ബുത്തൂനിഹാ. അവിടെ ഫദക്കറ അള്ളാഹു മുദക്കറാക്കി, വ അന്നസ മുഅന്നസുമാക്കി. ദക്കറ എന്ന് പറഞ്ഞാൽ മുദക്കറാക്കി, വ അന്നസ മുഅന്നസുമാക്കി. അപ്പോൾ രണ്ടായിട്ടും ഖില്ലത്തിന് ജമ്മ് രണ്ടായിട്ടും പറയും, മുദക്കറാക്കിയിട്ടും പറയും, മുഅന്നസായിട്ടും പറയും. ജംഉൽ കസ്റത്തി, കസ്റത്തിന് ജമ്മോ ലം യുദക്കർ, അത് മുദക്കറാക്കൂല, ബൽ യുഅന്നസു, അത് മുഅന്നസ് മാത്രമേ ആക്കൂ. ഇപ്പോൾ ലമീറയിലേക്ക് മടങ്ങുകയാണെങ്കിലോ അത് ഫായിലായിട്ട് വരികയാണെങ്കിലോ എന്ത് ചെയ്യണം, മുഅന്നസാക്കിയിട്ടേ പറയാവൂ, മുദക്കറാക്കാൻ പറ്റൂല. മനസ്സിലായ വിഷയം? മനസ്സിലായ? ഫൈസ എവിടെ എന്നൊരു പറയണ? യെസ്. അപ്പം ഇവിടെ ജംഉൽ ഖില്ലത്തി, ഖില്ലത്തിൻ്റെ ജംഉ ബഹുവചനം, യുദക്കറു അത് മുദക്കറാക്കപ്പെടും, യുഅന്നസു മുഅന്നസും ആക്കപ്പെടും. തെളിവ് എവിടെയാണ്? നമ്മൾ വെറുതെ പറഞ്ഞതല്ല. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهِ. وقال أيضا, അല്ലാഹു വീണ്ടും പറഞ്ഞു, ഫി ആയത്തുൻ ഉഖ്റ, മറ്റൊരു ആയത്തിൽ, وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهَا. فذكر അല്ലാഹു മുദക്കറാക്കി, ആദ്യം പറഞ്ഞോടത്ത് മുദക്കറാക്കി. വഅന്നസ അല്ലാഹു മുഅന്നസാക്കി. അതെങ്ങനെ മുദക്കറാക്കി മുഅന്നസാക്കി എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇല്ലത്ത്, അതിൻ്റെ ലമീർ മടങ്ങ് നോക്കിയിട്ടാണ്. ചില സ്ഥലത്ത് ഇനി ഫായിലായിട്ട് വരും, അൻആം എന്നുള്ളത് ഫായിലായിട്ട് വരുമ്പോൾ ജാഅൽ അൻആമു, ജാഅത്തിൽ അൻആമു രണ്ടും പറയാം, അങ്ങനെയും പറയാം. നേരെ മറിച്ചോ ജംഉൽ കസ്റത്ത് ലം യുദക്കർ, അത് മുദക്കറാക്കപ്പെടുകയില്ല, ബൽ യുഅന്നസു, മറിച്ച് അത് മുഅന്നസാക്കപ്പെടുകയാണ് ചെയ്യുക. വല്ലാഹു അഅലം, അല്ലാഹു അറിവുള്ളവനാണ്. ജംഉൽ ഡാഷി യുദക്കറു വയുന്നസു, എന്താ പൂരിപ്പിക്കുക? യെസ്, വെരി ഗുഡ്. ജംഉൽ കസ്റത്തി ലം യുദക്കർ ബൽ ലാസ്റ്റ് വന്നു, മുദക്കറാക്കപ്പെടുകയില്ല, ബൽ യുഅന്നസു. യെസ്. ഈ ഗണ്ണിക വായിച്ചിട്ട് അതിൽ കില്ലത്തിൻ്റെയും കസ്റത്തിൻ്റെയും ജമ്മുകൾ കണ്ടുപിടിക്കാനാണ്. നോക്കാം. യംതലികു അബ്ദുല്ലാഹി, അബ്ദുല്ലാഹ് എന്നവർ ഉടമപ്പെടുത്തി, അംവാലൻ കുറേ മുതലുകൾ, വ അബ്നിയത്തൻ കുറേ ബിൽഡിങ്ങുകൾ, വ അഹ്മിറത്തൻ കുറേ കഴുതകൾ, തഹ്മിലുൽ അസ്കാല അവകൾ ഭാരങ്ങൾ ചുമക്കും, വലഹു അദ്ദേഹത്തിനുണ്ട്, അക്ലുബുൻ നായ്ക്കളുണ്ട്, തഹ്റുസുൽ ഹുക്കൂല അദ്ദേഹത്തിൻ്റെ പാടം സംരക്ഷിക്കുന്ന, പാടങ്ങൾ സംരക്ഷിക്കുന്ന കാക്കുന്ന നായ്ക്കളുണ്ട്. യുഹ്സിനു അദ്ദേഹം ഗുണം ചെയ്യുന്നു, ഇലന്നാസി ജനങ്ങൾക്ക്, ഫി അയ്യാമി റമളാന റമളാൻ മാസങ്ങളിൽ, റമളാനിലെ പകലുകളിൽ അദ്ദേഹം ഗുണം ചെയ്യുന്നു. ബി അൻവാഇൽ അത്വഇമത്തി വ്യത്യസ്തങ്ങളായ വ്യത്യസ്തതരം ഭക്ഷണങ്ങളെ കൊണ്ട്. ഫശാഅ ദിക്റുഹു അദ്ദേഹത്തിൻ്റെ സ്മരണ വർദ്ധിച്ചു, അലാ അൽസുനിന്നാസ് ജനങ്ങളുടെ നാക്കുകളുടെ മേൽ. വലഹു അദ്ദേഹത്തിനുണ്ട്, അബ്നാഉൻ ആൺകുട്ടികളുണ്ട്, കമ അന്നലഹു അദ്ദേഹത്തിനുള്ളതുപോലെ, ഫിത്യത്തൻ യുവാക്കൾ, യുസാഇദൂനഹു അദ്ദേഹത്തെ സഹായിക്കുന്നു,
അലാ ജമീ അമാലിഹി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും. ഇതിൽ ജംഅകൾ ഒരുപാടുണ്ട്. ഖില്ലത്തിൻ്റെ ജം ഏതാണ്, കസ്റത്തിൻ്റെ ജം ഏതാണ് കണ്ടുപിടിക്കാനാണ്. പറയൂ, ഒന്നാമത്തെ ജം ഏതാണ് അതിൽ? അംവാൽ. ഓക്കെ, അതെന്തിൻ്റെ ജമ്മ? കില്ലത്തിലെ മാല്, അംവാല്, അഫ്ആൽ വസ്ന്, അഫ്ആൽ വസ്ൻ. ഓക്കെ, അടുത്ത് അബ്നിയത്തൻ, അതോ അല്ല, അടുത്ത ജമ്മ്, അടുത്ത ജമ്മ ഏതാ? കില്ല, ഏതാ വസ്ന്? യെസ്, വെരി ഗുഡ്. അടുത്തത്, അടുത്ത ജമ്മ ഏതാ? എന്തിൻ്റെ ജമ്മ? കില്ലത്തിൻ്റെ ജമ്മ. ഏതാ വസ്ന്? യെസ്, ഹിമാറിൻ്റെ ജമ്മാണ് കേട്ടോ, ഹിമാറിൻ്റെ ജമ്മ. ഓക്കെ, അടുത്ത, പിന്നെ അടുത്ത ജമ്മ ഏതാ? അതെന്തിൻ്റെ ജമ്മ? ഓക്കെ, അടുത്തത്, അടുത്ത ജമ്മ ഏതാ? പറ, അടുത്ത ആള് പറ, ഫൈസ പറ. എന്തിന് ജമ്മാണത്? എന്ത് ജമ്മാണ്? ഇല്ലത്തിന് ജമ്മ അല്ലേ? കൽബിന്റെ ജമ്മാട്ടത്, കൽബ് എന്നാണ് ഏകവചനം. നായ്ക്ക്, നായ, നായ്ക്ക്. പിന്നെ അടുത്ത ജമ്മ? അയ്യോ, അയ്യാമി. ഓക്കെ, അതെന്തിന്റെ ജമ്മ? എന്തിന്റെ ജമ്മാണ്? യൗമിന്റെ ജമ്മാണ്. അപ്പോൾ ഏത് വസനാണത്? കില്ലത്താണോ കസ്റത്താണോ? എവിടെ? അഫ്ആൽ വസ്ൻ. ഓക്കെ, അടുത്തത്, അടുത്ത ജമ്മ ഏതാണ്? അടുത്തത് പറയൂ, ജുമാന പറ, അടുത്ത ജമ്മ ഏതാ? കാശി പറ. ഞാൻ പറ. ഇല്ലേ, ജമ്മില്ലേ? ഇനി ജമ്മില്ലേ? അൻവാൾ. ഓക്കെ, എന്ത് ജമ്മ? ഓക്കെ, നൗഇന്റെ ജമ്മാണ്, നൗഇന്റെ ജമ്മാണ് അൻവാ. അടുത്ത്, ഓക്കെ, അബ്നാ. അതെന്തിന്റെ ജമ്മ? കില്ലത്ത കസ്റത്ത? പിന്നെ നാസി ഇസ്മു ജമ്മ് എന്നാ പറയാ, അതിന് ഏകവചനം ഇല്ലല്ലോ. പിന്നെ അൽസുൻ. ഓക്കെ, അതെന്തിന് ജമ്മ? ലിസാന്റെ ജമ്മാണ്, നാവ്, നാവിന്റെ ജമ്മാണ്. പിന്നെ അഅമൽ. ഓക്കെ, എന്തിന് ജമ്മാണ്? നിങ്ങൾ പറഞ്ഞൊക്കെ കില്ലത്തിന്റെ ജമ്മാണ്. കസ്റത്തിന്റെ ജമ്മയിൽ കണ്ടില്ല? ഇനിയൊരു കില്ലത്തിന്റെ ജമ്മയിൽ ഉണ്ടല്ലോ, ഫിത്തിയത്തൻ, ഫിഇലത്ത് വസ്ന് കണ്ടില്ലേ? ഫിത്തിയത്ത്, യുവാക്കൾ. ഒരു കസ്റത്തിന്റെ ജമ്മുണ്ടായില്ലേ? ഈ അത്തൊഴിമത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് ഈ അത്തൊഴിമത്ത് ഇതും പറഞ്ഞിട്ടില്ല. ഹുക്കൂല്, ഹക്കലിന്റെ ജമ്മാണത്, അത് കസ്റത്തിന്റെ ജമ്മാണ്. ഈ ഹുക്കൂൽ എന്ന് പറഞ്ഞാൽ അത് കസ്റത്തിന്റെ ജമ്മാണ്.
അത്ഉഇമത്ത് അഫ്ഇലത്ത് വസ്നാണ്, അത് കില്ലത്തിന് ജമ്മാണ്. ഓക്കെ. ആ ഓക്കെ. എവിടെ ജുമാൻ എവിടെ? കില്ലത്തിന്റെ ജമ്മ് ഈ 4 വസനേ വരുള്ളൂ. അപ്പൊ കസറത്തിന്റെ ജമ്മ് ഇനി പഠിച്ചിട്ടില്ലെങ്കിലും ഇതല്ലാത്ത ജമ്മുകളൊക്കെ കസറത്തിന്റെ ജമ്മാണ്. ഈ 4 വസന അല്ലാത്ത ഇതിലിപ്പോ കുറെ കില്ലത്തിന് ജമ്മ പറഞ്ഞു. ഒരു ഒന്നുള്ളൂ അല്ലെ കസറത്തിന് ജമ്മ, ഒറ്റൊന്നുള്ളൂ. അടുത്ത് നോക്ക് നിങ്ങൾ. കാനത്തി സ്വഹാബത്തു റളിയല്ലാഹു അൻഹും വ ഡാഷ് അസ്ഖിയാഅ ഫജാദു ബി അൻഫുസിഹിം വ ഡാഷിഹിം ബിദീനില്ലാഹി ഫതസദ്ദഖു ബിജമീഇ മാ ഇൻദഹും മിൻ ഡാഷിൻ വ അകീസത്തിൻ വ അജ്ഹിസത്തിൻ ഫീ സബീലില്ലാഹി ഫസാറു ഡാഷ് അൽ ഉമ്മ. കാനത്തി സ്വഹാബത്തു സ്വഹാബത്ത് ആയിരുന്നു. കാനത്തി സ്വഹാബത്തു റളിയല്ലാഹു അൻഹും സ്വഹാബത്ത് ആയിരുന്നു. വ ഡാഷ് അസ്ഖിയ അവർ ധർമ്മിഷ്ഠരായിരുന്നു. അതിലേതാ പൂരിപ്പിക്കേണ്ടി വരിക? അംവാല് എന്ന് പറഞ്ഞാൽ മുതൽ, അംതിഅത്ത് എന്ന് പറഞ്ഞാൽ ചരക്ക്, 5 എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, ഇൽമത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ഇൽമത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികൾ. അപ്പോൾ അവിടെ ഏതാ വരിക? കാനത്തി സ്വഹാബത്തു വ സ്വഹാബത്തും സ്വഹാബത്തും അവരുടെ കുട്ടികളും അല്ലേ? സ്വഹാബത്തും അവരുടെ കുട്ടികളും. അപ്പൊ ഏതാ വരിക? ഇൽമത്തുഹും അവരും അവരുടെ കുട്ടികളും അസ്ഖിയാ ധർമ്മിഷ്ഠരായിരുന്നു. ഫജാദു അവർ സദഖ ചെയ്തു, ബി അംഫുസിഹിം അവരുടെ ശരീരങ്ങളെ കൊണ്ടും, വ ഡാഷിഹിം അവരുടെ എന്തുകൊണ്ടായിരുന്നു വ അംവാലിഹിം. ഓക്കെ. ലിദീനില്ല ആർക്ക് വേണ്ടി സദഖ ചെയ്തു? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി. ഫതസദ്ദഖൂ അവർ സമർപ്പിച്ചു, ബിജമീഇ മാ ഇൻദഹും അവരുടെ അടുക്കലുള്ള മുഴുവത്തിനെയും, മിൻ ഡാഷിൻ വ അഖീസത്തിൻ വസ്ത്രങ്ങൾ, വ അജ്ഹിസത്തിൻ ഉപകരണങ്ങൾ, ഫീ സബീൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ. അതായത് വരിക അംതിഅത്തിൻ ചരക്കുകൾ. ഫസാറു അങ്ങനെ അവരായിത്തീർന്നു, ഡാഷ് അൽ ഉമ്മത്തി ഉമ്മത്തിലെ എന്തായിത്തീർന്നു? 5 നക്ഷത്ര സമാനതായി. നജ്മിന്റെ ജമ്മാണ് അഞ്ചും. നുജൂമു എന്നുള്ളതും ജമ്മു പറയും കേട്ടോ. നുജൂം അത് ഏത് ജമ്മാണത്? നേരത്തെ നമ്മൾ പറഞ്ഞു കസറത്തിന്റെ ജമ്മാണ് നുജൂം. മാല് അംവാല്, മതാഅ് അംതിഅത്ത്, ഗുലാമ് ഗിൽമത്ത്, ജഹാസ് അജ്ഹിസത്ത്, കിസാ അഖീസത്ത് വസ്ത്രം. ഓക്കെ. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോടുത്തു മതി. സംശയം ഉണ്ടെങ്കിൽ പറയും. ക്ലിയർ ആണോ? ഓക്കെ ആണ്.